ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവവചനവുമായി നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ വരാൻ ദൈവം നൽകിയ ഈ വലിയ അവസരത്തെയും അനുഗ്രഹത്തെയും നന്ദിയോടെ ഓർക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കാനും അത് നിങ്ങളുടെ കുടുംബത്തിലൊരു രക്ഷയ്ക്കും വിടുതലിനും എല്ലാം കാരണമാകുന്നതിന് വേണ്ടിയും ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ കേൾക്കുന്ന ദൈവവചനങ്ങൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കാനും അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയിൽ നിലനിർത്താനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, കുടുംബത്തിലേക്ക്, തലമുറകളിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ശക്തമായി കടന്നു വരട്ടെ. ദൈവത്തിന്റെ വചനം നിങ്ങളെ തൊടട്ടെ. നിങ്ങൾ ഈ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ആത്മീയമായ ജീവിതത്തിലും ഭൗതികമായ ജീവിതത്തിലും വലിയ വലിയ അനുഗ്രഹത്തെ കൊണ്ടുവരാൻ ഉള്ള വലിയൊരു അനുഗ്രഹം ദൈവം എല്ലാവർക്കും അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ സകലരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന നിന്നിലൂടെ നിന്റെ ഭവനത്തെ രക്ഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവവചനം കേൾക്കുന്ന നിന്നിലൂടെ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്നത്തെ വചനത്തിലൂടെ ദൈവം സംസാരിക്കും. പ്രാർത്ഥിക്കുന്ന, ദൈവവചനം കേൾക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിന് വലിയൊരു അനുഗ്രഹമായി തീരട്ടെ. ദൈവവചനം കേൾക്കുന്നത് ശ്രദ്ധയോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന നിങ്ങളിലൂടെ നിങ്ങളുടെ ഭവനത്തിന്റെ പല അവസ്ഥകളുടെ മേലും സാഹചര്യത്തിന്റെ മേലും ദൈവം കടന്നു വരുന്ന, ഇടപെടുന്ന, അനുഗ്രഹം വർഷിക്കുന്ന വലിയ അനുഭവങ്ങൾ കർത്താവ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നു. നമ്മൾ ആശ്രയിക്കുന്ന നമ്മുടെ ദൈവം വലിയവനാണ്. വലിയവനായ ദൈവം വലിയ കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ നമുക്ക് ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തെ എല്ലാം ഏറ്റെടുത്ത് വലിയൊരു അനുഗ്രഹമായി തീരട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവവചനം, ആ ദൈവവചനത്തിലൂടെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ചില ആളുകളെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ എന്തു ചെയ്താലും എനിക്ക് തകർച്ച മാത്രമേ വരികയുള്ളൂ, ഞാൻ ഇന്നുവരെ പ്രവർത്തിച്ച എല്ലാ മേഖലകളിൽ നിന്ന് എനിക്ക് ദുഃഖം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, എന്റെ ജീവിതത്തിൽ എന്തോ ഒരു പ്രശ്നം കിടപ്പുണ്ട്. എന്തുകൊണ്ടാണ് തൊട്ടതെല്ലാം പരാജയം, ചെയ്തതെല്ലാം വലിയ തകർച്ച, എവിടെ ചെന്നാലും ഒരു വിജയമില്ല, അങ്ങനെ ഒരു വലിയ ഭാരമുള്ള ദുഃഖം നിങ്ങളുടെ ഹൃദയത്തിൽ വല്ലാതെ നിങ്ങളെ പിടിമുറുക്കുന്നെങ്കിൽ ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ അത് വലിയൊരു ആശ്വാസത്തിന് കാരണമാകും. അത് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വിടുതലിന് കാരണമാകും. ഇതിനെക്കുറിച്ചും ഒരു ദൈവീക പദ്ധതിയുണ്ട്. ഒറ്റ വാക്കിൽ പറയട്ടെ, ഈ സാഹചര്യം നല്ലതിനാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം
1 മുതലുള്ള വാക്യങ്ങളിൽ 3-ാമത്തെ വാക്യമാണ്. ഈശോ മരിച്ചതിന് ശേഷം മനസ്സിൽ ദുഃഖം നിറഞ്ഞ, നിരാശയുടെ കുഴിയിലേക്ക് പതുക്കെ ചാഞ്ഞു തുടങ്ങിയ ശിഷ്യന്മാരുടെ ഒരു തീരുമാനത്തെ എഴുതിയിരിക്കുകയാണ്. 21-ാം അധ്യായം 3-ാമത്തെ വാക്യം. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാണ്. അപ്പോൾ ഇത് കേട്ട ശുശ്രൂഷകരും ശിഷ്യന്മാരും പറഞ്ഞു, ഞങ്ങളും നിന്റെ കൂടെ വരുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഇനിയുള്ള കാര്യങ്ങൾ ഓരോ സ്റ്റെപ്പും അല്പം ശ്രദ്ധയോടെ നിങ്ങളുടെ മനസ്സിലൂടെ കാണാൻ കൂടി ഇത് കേൾക്കുമ്പോൾ ഒന്ന് പരിശീലിച്ചാൽ അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. 3 വർഷം ഈശോയോട് കൂടെ നടന്ന ശിഷ്യന്മാർ ഈശോയുടെ മരണത്തിന് ശേഷം പെട്ടെന്ന് ഒന്നും ഇല്ലാണ്ടായി. അവരുടെ മനസ്സിൽ ദുഃഖം കയറി. അങ്ങനെ എടുത്തൊരു തീരുമാനമാണിത്. മീൻ പിടിക്കാൻ പോയി. രാത്രി മുഴുവൻ അധ്വാനിച്ചു. ഒന്നും കിട്ടിയില്ല. ഉഷസ്സായപ്പോൾ യേശു കടൽ തീരത്ത് വന്നു നിന്നു. അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. കരയിൽ നിന്ന് യേശു ചോദിച്ചു, നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ? അവരുത്തരം പറഞ്ഞു, ഇല്ല എന്ന്. എങ്കിൽ വള്ളത്തിന്റെ വലതുവശത്ത് വലയിടാൻ പറഞ്ഞു. അവർക്ക് ധാരാളം മത്സ്യങ്ങളെ കിട്ടി. ഇതാണ് 21-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ദൈവവചന വിചാരങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുക. പത്രോസ് ശ്ലീഹായും കൂട്ടരും മീൻ പിടിക്കാൻ പോയ ആ രാത്രി അവർക്ക് ഇഷ്ടം പോലെ മീൻ കിട്ടിയായിരുന്നെങ്കിലോ? ഇഷ്ടം പോലെ മീൻ കിട്ടിയായിരുന്നെങ്കിലോ? അവർ അധ്വാനിക്കാൻ നിശ്ചിത ദൂരത്തേക്ക് പോയി. അവരുടെ അധ്വാനം ആരംഭിച്ചു. ധാരാളം മീൻ കിട്ടി. തിരിച്ചു വന്നായിരുന്നെങ്കിലോ? ഇനി ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അവർക്ക് അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത ആ രാത്രി, ആ ദിവസം, ആ മണിക്കൂറുകൾ അവരെ സംബന്ധിച്ച് അതൊരു നല്ലതിനായിരുന്നു. അവരെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് പോലും ഒരു ദൈവിക പദ്ധതി അതിനകത്തുണ്ടായിരുന്നു. ഇനി ആദ്യം പറഞ്ഞൊരു വാക്ക് പറയാം. എന്തു ചെയ്താലും പരാജയം, അധ്വാനിച്ചിട്ടും ഒന്നും മെച്ചമില്ല, എന്റെ തലവര മോശമാണെന്നാണ് തോന്നുന്നത്, എനിക്കൊരു വിജയം അനുഭവിക്കാൻ കഴിയുന്നില്ല. ഈ ദുഃഖമുള്ളവര് ശ്രദ്ധയോടെ ഈ ദൈവവചനത്തിലൂടെ നിങ്ങളോട് ദൈവത്തിന് പറയാനുള്ള ഒരു കാര്യമാണ്. അത് നല്ലതിനാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാത്തൊരു ദൈവിക പദ്ധതി അതിന്റെ അകത്തുണ്ട്. നിങ്ങൾ ചിന്തിച്ചേ, കടലിൽ പോയി രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് മീൻ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പം ആ കടലിൽ അവര് മീനില്ലെന്ന് ചിന്തിക്കാൻ പറ്റില്ല. കാരണം കടലിൽ മീനുണ്ട്, പക്ഷെ മീൻ കിട്ടിയിട്ടില്ല. ഉണ്ട്, പക്ഷെ അവരുടെ അധ്വാനം അവർക്ക് പ്രയോജനപ്പെടുന്നില്ല. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അവർക്കന്ന് മീൻ കിട്ടാതിരുന്നത് ദൈവം അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഒരുക്കിയതായിരിക്കും. കാരണം ദൈവത്തിന് ചില ആളുകളുടെ, ചില കുടുംബത്തിന്റെ ജീവിതത്തിൽ കടന്നു വരാൻ, ഇടപെടാൻ, ശക്തി വെളിപ്പെടുത്താൻ ദൈവം തന്നെ ചില സാഹചര്യങ്ങൾ അവിടെ അനുവദിക്കും. ചില സാഹചര്യങ്ങൾ കൊണ്ടുവരും. ഒന്നും കിട്ടാത്ത അവസ്ഥ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവം അങ്ങനെ ഒരു സാഹചര്യം കൊണ്ടുവരും. എന്തു ചെയ്താലും പരാജയം, അങ്ങനെ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരും. എവിടെ തൊട്ടാലും പരാജയം. നല്ലതിനാണ്. എന്താണ് നല്ലതിനാണെന്ന് പറയാൻ കാരണം? അങ്ങനെ ഒരു ദൈവത്തിന് അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ, കടന്നു വരാൻ ദൈവം തന്നെ ചില സാഹചര്യങ്ങളെ അവിടെ ഒരുക്കും. അങ്ങനെ ചിന്തിക്കുമ്പോ അവർക്ക് ആ രാത്രിയിൽ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്നത് വളരെ നന്നായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അധ്വാനങ്ങൾ ഫലമണിയാതെ പോയിട്ടുണ്ടോ?
നിങ്ങളുടെ പ്രയത്നങ്ങൾ നിങ്ങൾക്ക് ദുഃഖം നൽകിയിട്ടുണ്ടോ? നിങ്ങൾ പരാജയത്തിന്റെ ഒരു വലിയ ദുഃഖം പേറി നടക്കുന്നയാളാണോ? നിങ്ങളുടെ ഹൃദയത്തിൽ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന വലിയ ദുഃഖമുണ്ടോ? എങ്കിൽ അതിനേക്കാൾ വലിയ ദുഃഖത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കാര്യമല്ല ഇപ്പൊ പറയുന്നത്. നിങ്ങളുടെ ആ സാഹചര്യം പോലും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചതാണെങ്കിലോ, എങ്കിൽ ആ തകർച്ചയും ആ നഷ്ടവും ആ വേദനയും ആ പരാജയവും നമുക്ക് നല്ലതിനാണ്. അത് ഹൃദയത്തിൽ സ്വീകരിക്കുക. ഒരുപക്ഷെ ഈ വചനത്തിനകത്ത് നിന്ന് ഞാൻ ഇത് പറയുമ്പോൾ ഇതേ വിഷമമുള്ളവര് പോലും ഇത് കേൾക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ഒരാൾ ഇതേ ദുഃഖത്തിലായിരിക്കും. അതിനുള്ള കൃത്യമായൊരു ഉത്തരമാണല്ലോ ഇതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അന്ന് അവർക്ക് മീൻ കിട്ടിയായിരുന്നെങ്കിൽ ദൈവത്തിന് അവിടെ ഇടപെടാൻ ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. അന്ന് മീൻ കിട്ടാതിരുന്നത് കൊണ്ട് ആ സാഹചര്യത്തിൽ ദൈവത്തിന് ഇടപെടാൻ പറ്റി. ഒരു കാര്യം കേട്ടെ, മനസ്സിലാക്കാനുള്ള ഒരു കാര്യം കേൾക്കുക. നമ്മുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ദൈവം നമുക്ക് തരുന്നതാണ്. ഇനി ഈ അനുഭവം എപ്പോഴാണ് ഉണ്ടായത്? ഇവർ മീൻ പിടിക്കാൻ പോയത് ഒരു അനുഗ്രഹത്തിന്റെ പ്രവൃത്തിയായിട്ട് ഇത് കാണരുത്. കാരണം അവരുടെ വിഷമത്തിലും ഈശോ മരിച്ച വേദനയിലും ഇനി എന്തേലും ചെയ്യണ്ടേ എന്ന് വിചാരിച്ച് ബുദ്ധിയിൽ ആലോചിച്ച ഒരു പ്രവൃത്തിയാണ് മീൻ പിടിക്കാൻ പോകുന്നത്. ശരിക്കും അക്ഷരാർത്ഥത്തിൽ കുറച്ചുകൂടെ പറഞ്ഞാൽ അവർ ദൈവത്തിൽ നിന്ന്, ഈശോയിൽ നിന്ന് അല്പം അകന്ന് ചെയ്തൊരു പ്രവൃത്തിയാണ്. നമ്മളെ ചിലര് ദൈവത്തിൽ നിന്ന് അകന്ന് ചില പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില പരാജയങ്ങൾ ദൈവം തന്നെ അനുവദിക്കും. കാരണം നമ്മളെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ ചില പ്രതിസന്ധികൾ ദൈവം നമുക്കായി ഒരുക്കും. ചില അനുഗ്രഹങ്ങളെ ഒരുക്കി വച്ചിട്ടായിരിക്കും ചില പ്രതിസന്ധികൾ നമുക്ക് അനുവദിക്കുക. ശ്രദ്ധിക്കുക, ഈശോ പറഞ്ഞു, നിങ്ങൾ വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക. അപ്പൊ ദൈവം ആ വലയിടുന്ന സ്ഥലത്ത്, ആ കടലിന്റെ അകത്ത്, ആ വെള്ളത്തിന്റെ അടിയിൽ അവര് പോലും കണ്ടിട്ടില്ലാത്ത കുറെ മത്സ്യങ്ങളെ ഈ വല ഇടുമ്പോഴേ അതിനകത്ത് വരാൻ പാകത്തിന് എണ്ണമില്ലാത്ത മത്സ്യങ്ങളെ ദൈവം അവർക്കായി ഒരുക്കിയിട്ടില്ലായിരുന്നോ? വള്ളത്തിന്റെ വലതുവശത്ത് ഇതുപോലെ ജീവിതത്തിന്റെ വലതുവശത്ത് ദൈവം അനുഗ്രഹങ്ങളെ ഒരുക്കി നിർത്തിയിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഇത് വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്, ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറയാം. കാരണം ഈ ശിഷ്യന്മാർക്ക് മീൻ ഒന്നും കിട്ടാതിരുന്നത് അവരത് വിഷമത്തോടെ പറയുക, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോ പോലും ഈശോ അവർക്കായി ഒരുക്കിയ ഒരു അനുഗ്രഹം അവർ നിൽക്കുന്ന വള്ളത്തിന്റെ വലതുവശത്ത് നിപ്പുണ്ട്. അത് ഇവര് കണ്ടിട്ടില്ല. ഒരു പക്ഷേ ദൈവവചനം വിശ്വാസത്തോടെ കേൾക്കുന്ന നിങ്ങൾക്കുള്ള അനുഗ്രഹം ദൈവം ഒരുക്കി വെച്ചിട്ടായിരിക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക. ഒരുപക്ഷെ ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഈ കേട്ട വചനങ്ങളും ഈ വചനങ്ങളും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ വലതുവശത്ത് ദൈവം ഒരു അനുഗ്രഹത്തെ കരുതി വച്ചിട്ടുണ്ടെങ്കിലോ നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണില്ല. ശിഷ്യന്മാരും വള്ളത്തിലിരുന്ന് നോക്കിയപ്പം ഒരു മീനിനെയും കണ്ടിട്ടില്ല. കണ്ടായിരുന്നെങ്കിൽ ഈശോയുടെ വാക്ക് കേൾക്കുന്നതിന് മുമ്പ് അവർ ആ വല ഇറക്കി ആ മീനിനെ പിടിച്ചേനേം. പക്ഷെ കരയ്ക്ക് നിന്ന യേശുവാണ് കടലിൽ കിടക്കുന്ന മീനിനെ അവർക്കായി ഒരുക്കി നിർത്തിയിരിക്കുന്നത് ആദ്യം കണ്ടത്, അവിടെ വലയിടാൻ പറഞ്ഞത്. നമ്മൾ കാണുന്നില്ല ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മീൻ കിട്ടാതിരുന്ന, അധ്വാനിച്ചിട്ടൊന്നും കിട്ടാതിരുന്ന ആ രാത്രി അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു അനുഗ്രഹമായിരുന്നു. കാരണം അത് അവരുടെ ജീവിതത്തിൽ ദൈവീക ഇടപെടലിന് കാരണമായി. നിങ്ങൾ അനുഭവിക്കുന്ന ഈ വിഷമം, നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒറ്റപ്പെടൽ, നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി, ഒരു പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ശക്തമായിട്ടൊന്ന് കടന്നു വരാൻ, ഒന്ന് ഇടപെടാൻ ദൈവം ഒരുക്കുന്ന ഒരു അനുഭവത്തിന്റെ ഭാഗമാണെങ്കിലോ, എങ്കിൽ ഈ പ്രതിസന്ധി, ഈ പരാജയം നമ്മുടെ നന്മയ്ക്കാണ്. പ്രിയപ്പെട്ട, ഈ വചനം
നമ്മൾ പറയുമ്പം ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് എത്താൻ ഇടയാകണേന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കാരണം നമ്മൾ മനുഷ്യര് ബുദ്ധിയുള്ളവരാണ്, കഴിവുള്ളവരാണ്. ഓർമ്മശക്തി, ബുദ്ധിശക്തി, ആലോചന, വിവേചിക്കാനുള്ള കഴിവ് എല്ലാം ഉള്ളവരാണ് മനുഷ്യർ. ആ മനുഷ്യരാണ് ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിക്കുന്നതിൽ ഏറ്റവും പുറകെ നിൽക്കുന്നവർ. ദൈവവചനം, ദൈവം കാക്കയോട് സംസാരിച്ചപ്പം അത് അക്ഷരം പ്രതി അനുസരിച്ച കാക്ക. ദൈവം മീനിനോട് സംസാരിച്ചപ്പോ അക്ഷരം പ്രതി റിസ്ക് എടുത്ത് അനുസരിച്ചു മീൻ പോലും. ദൈവവചനത്തിലുണ്ട്. ദൈവം ഏലിയ പ്രവാചകനോട് പറഞ്ഞു, ഏലിയ പ്രവാചകന് അപ്പവും ഇറച്ചിയും കൊണ്ട കൊടുക്കാൻ. കാക്കയ്ക്ക് ഇഷ്ടമുള്ള രണ്ട് ഭക്ഷണമാണ് അപ്പവും ഇറച്ചി. കാക്കയ്ക്ക് ഇഷ്ടമുള്ളപ്പോ എവിടെ വെച്ചാൽ അത് എങ്ങനെയാലും ഞോണ്ടിക്കൊണ്ട് പോകും. അപ്പൊ ഈ കാക്കയുടെ കയ്യിൽ തന്നെ ഈ അപ്പവും ഇറച്ചിയും എന്ത് ധൈര്യത്തിനായിരിക്കും ദൈവം ഏൽപ്പിച്ചത്? അത് ഒരു നേരം കൊടുക്കാനല്ല, ഒരു ദിവസത്തിന്റെ 3 നേരവും ദിവസങ്ങളും. സാധാരണ കാക്ക എന്ന പക്ഷിയുടെ സ്വഭാവം എന്താണ്? അത് കിട്ടിയാൽ അപ്പുറത്തെ മരത്തേലിരുന്ന്, കൊമ്പിലിരുന്ന് അത് കൊത്തിപ്പറിച്ച് അത് തിന്നും. അത് അതിന്റെ സ്വാഭാവികമായ ഒരു സ്വഭാവത്തിന്റെ ഭാഗമാണ്. ഈ പക്ഷിയുടെ കയ്യിലാണ്, ഈ പക്ഷിയോടാണ്, കാക്ക എന്ന പക്ഷിയോടാണ് ദൈവം സംസാരിച്ചത്. നീ കാലത്തും വൈകുന്നേരവും അപ്പവും ഇറച്ചിയും പ്രവാചകന് കൊണ്ട് കൊടുക്കണം. അതൊരു നേരം പോലും ദൈവത്തിന്റെ ആ വാക്ക് കേട്ട് ആ വാക്ക് തെറ്റിച്ചിട്ടില്ല. ബൈബിൾ എഴുതിയിട്ടില്ല കാക്ക അപ്പവും ഇറച്ചിയും കൊണ്ടുപോയി ആദ്യം കുറച്ച് കഴിച്ചു, ബാക്കിയുള്ളത് പ്രവാചകന് കൊടുത്തു. അങ്ങനെ അല്ല എഴുതിയിരിക്കുന്നത്. കാക്ക എന്ന ആ പക്ഷി, ആ കാക്ക, അതുകൊണ്ട് ബൈബിളിൽ അതിനൊരു സ്ഥാനമുണ്ട്. ആ കാക്കയെ കുറിച്ച് ബൈബിൾ എഴുതിയിട്ടുണ്ട്. ഏലിയ പ്രവാചകന് ഭക്ഷണം കൊടുത്തത് കാക്ക. ഈ കാക്ക ദൈവത്തിന്റെ ആ വചനം കറക്റ്റായിട്ട് അനുസരിച്ചു, തെറ്റിക്കാതെ അനുസരിച്ചു. ബുദ്ധിയുള്ള നമ്മളാണ് കേട്ടിട്ട് ഒരു ചെവി കൊണ്ട് കേട്ടിട്ട് മറ്റൊരു ചെവിയിൽ അത് കളയുന്നത്. നമ്മളൊട്ടും അനുസരിക്കാൻ ഇഷ്ടമില്ല. നമുക്കൊരു അനുഗ്രഹം ഉണ്ടാകുന്ന കാര്യമാണ് നമ്മൾ അനുസരിക്കും. കാക്ക എന്ന പക്ഷിക്ക് അനുഗ്രഹം കിട്ടുന്ന ഒരു കാര്യമല്ല കാക്ക ഇവിടെ അനുസരിച്ചത്. കാക്ക അത് കൊണ്ടേ കൊടുക്കുന്ന ഒരു സപ്ലയർ മാത്രം. പക്ഷെ എന്നാ പോലും ആ കാക്ക എന്ന പക്ഷി പോലും ദൈവത്തിന്റെ വാക്കിനോട് എന്തേരെ വിശ്വസ്തത കാണിച്ചു എന്ന് ആ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. വിശ്വസ്തയോടെ നിലനിന്നു ദൈവവചനത്തിന് മുമ്പിൽ. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ യോനാ പ്രവാചകൻ വെള്ളത്തിൽ, കടലിൽ വീഴുമ്പം കടലിനകത്തുള്ള, ആഴക്കടലിനകത്തുള്ള തിമിംഗലത്തോട് ദൈവം പറഞ്ഞു, ആ പ്രവാചകനെ കരയിൽ കൊണ്ടുപോയി ഛർദ്ദിച്ചിടണമെന്ന്. നിങ്ങള് കടലിനെ കുറിച്ച് വലിയ കാര്യമൊന്നും നമുക്കറിയില്ലെങ്കിലും, ചിലർക്കൊക്കെ അറിയാമായിരിക്കും, എനിക്കതിനെ കുറിച്ച് വലിയ അറിവില്ലെങ്കിൽ ഒരാൾ പറഞ്ഞു, ഒരുപാട് ആഴമുള്ള കടലിലാണ് ഈ മത്സ്യം സാധാരണ കാണാറുള്ളത്. ആഴമില്ലാത്ത സ്ഥലത്ത് തിമിംഗലം ഉണ്ടാകാറില്ല. തിമിംഗലമൊക്കെ ഉള്ളത് ഉൾക്കടലിലാണ്, അല്ലെങ്കിൽ ഒരുപാട് ആഴമുള്ള സ്ഥലങ്ങളിലാണ്. അവിടെയാണ് യോനാ പ്രവാചകൻ വീഴുന്നത്. അപ്പൊ ദൈവം ആ മത്സ്യത്തോട് സംസാരിച്ചു. ഈ തിമിംഗലം എന്ന മത്സ്യത്തിന് ഭയങ്കര റിസ്ക് ആണ് ഈ മനുഷ്യനെ ഇനി കരയിൽ കൊണ്ടുപോയി ഛർദ്ദിച്ചിടുക എന്ന് പറഞ്ഞു. കാരണം ഈ യാത്ര ഭയങ്കര ദുഷ്കരമാണ്. തിമിംഗലം വലിയ മത്സ്യമാണ്. അതിന് വെള്ളത്തിന്റെ ആഴമുള്ള സ്ഥലത്ത് മാത്രമേ, ആഴമില്ലാത്തൊരു സ്ഥലത്ത് ഇത് വരണമെങ്കിൽ അല്പ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ ദേഹം തന്നെ, അതിന്റെ ആ മത്സ്യത്തിന്റെ ദേഹം പരിക്ക് പറ്റും. മണലിലും പാറയിലൊക്കെ ഒരഞ്ഞ് ഇതിന് ശരീരം വേദന ഉണ്ടാകുന്ന ഒരു കാര്യം വരും കരയിൽ കൊണ്ടുപോയി ഛർദ്ദിക്കണമെങ്കിൽ. പക്ഷെ ഈ മത്സ്യം ആ വാക്ക് കേട്ടിട്ട്, നമ്മുടെ അത്രയൊന്നും ബുദ്ധിയോ ശക്തിയോ ആരോഗ്യമോ അല്ലെങ്കിൽ അത് വിവേചിക്കാനോ ഒന്നും കഴിവില്ലാത്ത ഈ മത്സ്യം പോലും ആ റിസ്ക് ദൈവവചനത്തിന് വേണ്ടി എടുത്തിട്ട് അത് അക്ഷരം പ്രതി ഈ മത്സ്യം വരെ അനുസരിച്ച് കരയിൽ കൊണ്ടുപോയി മത്സ്യം ഈ മനുഷ്യനെ ഛർദ്ദിച്ചു. നമ്മൾ മനുഷ്യര് മാത്രമാണ് ഇത് കേട്ടിട്ട് അഭിപ്രായം പറഞ്ഞു പോകുന്നവര്. മനുഷ്യരിത് കേട്ടിട്ട് എന്ത് ചെയ്യും? അഭിപ്രായം പറയും. ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണെന്ന് ചിലപ്പോൾ ഇത് പറയും. നമ്മൾ അഭിപ്രായം പറയാൻ മിടുക്കരാണ്, പക്ഷെ അനുസരിക്കുന്നതിൽ നമ്മൾ പുറകിലാണ്. ശ്രദ്ധിക്കുക, കാക്ക അനുസരിച്ചു, മത്സ്യം അതനുസരിച്ചു. നമ്മൾ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മളാണ് അനുസരിക്കുന്ന കാര്യത്തിൽ ഏറ്റവും പുറകിലുള്ളത്. നമ്മൾ ഇന്ന് കേൾക്കുന്ന വചനമില്ലേ, ചില പരാജയങ്ങളും വിഷമത്തിലും എന്ത് തൊട്ടാലും പരാജയമാണെന്ന് പറയുന്ന മനസ്സ് അനുസരിക്കാൻ വേണ്ടി പറയട്ടെ, വിമർശിക്കാനോ അഭിപ്രായം പറയാനോ അല്ല പറയുന്നത്.
ദൈവകൃപയിൽ പറയട്ടെ, അത് നല്ലതിനാണ്. ഏത് കാരണത്താൽ? ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ ദൈവമായിട്ട് ഒരുക്കുന്ന ഒരു അവസരമായിട്ട് അതിനെ കണ്ടാൽ. ഞാനിങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, സങ്കടമുള്ളവർ, എല്ലാ ദൈവവചന പ്രഘോഷണത്തിൽ ഞാൻ എപ്പോഴും സങ്കടമുള്ളവർ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. സങ്കടമുള്ളവർ പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിൽ ആശ്രയിച്ചിട്ടും എത്ര ജപമാല ചൊല്ലിയിട്ടും നിങ്ങളുടെ സങ്കടങ്ങൾ ഒട്ടും മാറുന്നില്ലെങ്കിൽ ഒരു കാര്യം പറയാം, അനേകരുടെ സങ്കടങ്ങളെ മാറ്റാനും കണ്ണുനീർ തുടയ്ക്കാനും ഉള്ള വലിയ ഒരു ദൈവവിളി നിങ്ങളുടെ മേൽ കിടപ്പുണ്ട് എന്ന് ഇനിയെങ്കിലും അറിയണം. നിങ്ങളുടെ സങ്കടം മാറുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം സങ്കടത്തിൽ കിടക്കുന്ന അനേകരെ രക്ഷിക്കാനുള്ള ഏതോ ഒരു ദൈവത്തിന്റെ ക്ഷണം നിങ്ങളുടെ മേലുണ്ട്, നിങ്ങളുടെ തലയ്ക്ക് മുകളിലുണ്ട്. നിങ്ങൾ എന്ത് കാര്യം ആഗ്രഹിച്ചിട്ടും നടക്കുന്നില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുരോഗതിയില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ല, എന്താ ഇങ്ങനെയെന്ന് ആലോചിച്ച് ഭ്രാന്ത് പിടിക്കാതെ, ഇതിനെ ആലോചിച്ച് മനസ്സിനെ വിഷമിപ്പിക്കാതെ, ഇതേ അവസ്ഥയിൽ കിടക്കുന്ന അനേകരെ ഉയർത്താനുള്ള ഒരു ദൈവവിളി നിങ്ങളുടെ മേലുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയാണോ? നിങ്ങൾക്ക് ആരുമില്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ ജീവിതത്തിൽ കിടപ്പുണ്ടോ? എങ്കിൽ ഒറ്റപ്പെട്ടു പോയ ഒരുപാട് പേരെ രക്ഷിച്ച് അനേകർക്ക് അനുഗ്രഹമായി ഉയർത്താനുള്ള ഒരു ദൈവവിളി നിങ്ങളുടെ മേൽ ഉള്ളത് കൊണ്ടാ നിങ്ങൾക്ക് ഒറ്റപ്പെട്ടു പോയല്ലോ എന്നൊരു അനുഭവം നിങ്ങളുടെ മേൽ ഇന്നും കിടക്കുന്നത്. ഇനി ചില ആൾക്കാർ പറയും, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു അനുഭവമില്ല, ഇന്നുവരെയും എന്റെ പ്രാർത്ഥന കേട്ടിട്ടില്ല. അതാണ് നിങ്ങളുടെ വിഷമമെങ്കിൽ പ്രാർത്ഥന കേൾക്കുന്നില്ല, ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്ന കുറെ പേര് വേറൊരു സൈഡിലുണ്ട്. അവരെ ദൈവത്തിലേക്ക് അടുപ്പിച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ടെന്ന് നിങ്ങൾ അവരോട് പറയാനുള്ള ഒരു ദൈവവിളി നിങ്ങളുടെ മേലുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ നിങ്ങളിൽ ആ ചിന്ത പോലും ഉള്ളത്, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, നമ്മുടെ ദൈവം ജീവനുള്ള പ്രാർത്ഥന കേൾക്കുന്ന. ഒരാൾ പറഞ്ഞു, എന്റെ വീട്ടുകാരെനിക്ക് വേണ്ട, എന്റെ വീട്ടുകാരെന്നെ ഉപേക്ഷിച്ചു, കൂട്ടുകാരെന്നെ ഉപേക്ഷിച്ചു, നാട്ടുകാരെന്നെ ഉപേക്ഷിച്ചു. അവസാനം നിങ്ങളോട് പറയട്ടെ, ഒരിക്കലും നാട്ടുകാർ ഉപേക്ഷിച്ചാലും വീട്ടുകാർ ഉപേക്ഷിച്ചാലും സ്വന്തക്കാർ ഉപേക്ഷിച്ചാലും ജീവനുള്ള വലിയവനായ ദൈവം നിങ്ങളെ ഉപേക്ഷിക്കില്ല. വലിയവനായ ദൈവം ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കില്ല. ബൈബിളിൽ എവിടെയും ദൈവം അവനെ ഉപേക്ഷിച്ചു എന്ന് എഴുതിയിട്ടില്ല. ദൈവം ഒരിക്കലും ആരെയും ഒറ്റപ്പെടുത്തില്ല. മനുഷ്യൻ ഒറ്റപ്പെടുത്തും, കുറ്റപ്പെടുത്തും, ദൈവം ഒറ്റപ്പെടുത്തില്ല, ദൈവം കുറ്റപ്പെടുത്തില്ല ആരെയും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം ഇതിനെക്കുറിച്ച് പ്രാർത്ഥിക്കണം. ഇത് നമ്മുടെ ഹൃദയത്തിൽ ഒരു വലിയൊരു അനുഗ്രഹമാക്കി മാറ്റണം. അതിനുവേണ്ടിയാണ് ഈ വചനം ഈ രീതിയിൽ ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും എല്ലാം ഇടവരുത്തിയത്. ഞാൻ ഇങ്ങനെ ഒരു കാര്യം കൂടി ഓർക്കുവാണ്. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് തരാനുള്ള അനുഗ്രഹങ്ങളെ കരുതി വച്ചിട്ട് നമ്മളെ ചില അനുഭവങ്ങളിലൂടെ കടത്തിവിടും. എന്നിട്ട് നമ്മൾ പറയും, എന്റെ പ്രായത്തിലുള്ള പലർക്കും ഈ പ്രശ്നങ്ങളൊന്നുമില്ല, ഈ വിഷമങ്ങളൊന്നുമില്ല, എനിക്ക് മാത്രം എന്താണാവോ ഒരു സന്തോഷവും ഇല്ലാത്തത്, ഒരു അനുഗ്രഹവും ഇല്ലാത്തത്, എനിക്ക് മാത്രം എന്താണാവോ ഇങ്ങനെ. അതിനെക്കുറിച്ചൊരു കാര്യം പറയാനാ. അതിനെക്കുറിച്ചൊരു കാര്യം ഇനി കേൾക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാൻ പറ്റും, മറ്റുള്ളവരോട് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങളാണ്, പ്രതിസന്ധിയാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന നിങ്ങളോട് പറയട്ടെ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ചെറുതല്ല. എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ബന്ധത്തിലുള്ള ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വളരെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്, എന്റെ പ്രായത്തിലുള്ള ആർക്കും ഇങ്ങനത്തെ വിഷമങ്ങളൊന്നും ഇല്ല, എനിക്ക് മാത്രം എന്താണാവോ ഇങ്ങനെ. അവരോട് എനിക്ക് പറയാൻ കഴിഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ വാക്ക് ഇങ്ങനെയാണ്, നിന്റെ പ്രായത്തിലുള്ള പലർക്കും സന്തോഷമാണ്,
ഒരു ടെൻഷനും ഇല്ല, കുടുംബത്തിൽ അനുകൂലമായ സാഹചര്യമാണ്, ഭയങ്കര പ്രോത്സാഹനമാണ്. നിനക്ക് മാത്രം പ്രോത്സാഹനം ഇല്ല, ഒന്നുമില്ല. എന്നാ ഒരു കാര്യം നീ ഹൃദയത്തിൽ എഴുതി വെച്ചു, നീ അറിയുള്ള നിന്റെ കൂട്ടുകാരെ കുറിച്ച് സുഖമാണ്, സന്തോഷമാണ്, അവർക്ക് ഭയങ്കര പ്രോത്സാഹനം കിട്ടുന്നുണ്ട്, അവർ ഭയങ്കര സെറ്റപ്പിലാണെന്നൊക്കെ പറയുന്ന അവരെ കുറിച്ചുള്ള ദൈവീക പദ്ധതി ചെറുതാണ്. എന്നാൽ പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്, പ്രോത്സാഹനമില്ല, ഒറ്റയ്ക്കാണ്, അതാണ് ഇതാണ്, വിഷമത്തിന്റെ കൂടാണ് എന്ന് പറയുന്ന നിങ്ങളെ കുറിച്ച് നിങ്ങളോട് പറയാം, നിന്നെക്കുറിച്ചുള്ള ദൈവീക പദ്ധതി അവരെ കുറിച്ചുള്ള ദൈവീക പദ്ധതിയേക്കാൾ വലുതാണ്. പ്രതിസന്ധിയിലിരിക്കുന്ന ഞാൻ എന്നോട് പറയണം, ഈ പ്രതിസന്ധിയെ നോക്കിയിട്ട് ഞാൻ പറയും, എന്തോ വലിയ ഒരു ദൈവീക പദ്ധതി എന്നെ കുറിച്ച് ദൈവത്തിനുള്ളത് കൊണ്ടാ ഈ പ്രശ്നം എനിക്ക് ഉണ്ടായത്. നിങ്ങൾ നിങ്ങളോട് തന്നെ പറ. ഒരുപക്ഷെ മനസ്സ് വേദനിച്ച് കേൾക്കുന്നവരായിരിക്കും, നിങ്ങൾ പ്രതിസന്ധിയിലായിരിക്കും കേൾക്കുന്നത്. നിങ്ങളോട് തന്നെ ചുമ്മാ ഒന്ന് പറഞ്ഞേ, ദൈവത്തിന് എന്നെ കുറിച്ച് ഈ സങ്കടത്തിലൂടെ വലിയൊരു പദ്ധതി ഉണ്ട്. പിന്നെ വേറൊരു കാര്യം ഓർക്കണം, ദൈവം ചില സങ്കടങ്ങളിലൂടെ കടത്തി വിടുമ്പം നമ്മൾ പോലും കണ്ടിട്ടില്ല ദൈവം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്ന കാര്യം. കാരണം നമ്മുടെ നാളെ നമുക്കുണ്ടെന്ന് ചിലപ്പോൾ വിചാരിക്കാം, പക്ഷെ അവിടെ നമ്മൾ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത് നമുക്കിപ്പോ കാണാൻ പറ്റില്ല. 2030 ദൈവം നമ്മളെ ഏത് അവസ്ഥയിലാണ് നിർത്താൻ ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോ പറയാൻ പറ്റില്ല. ഞാൻ അതിന്റെ ഒരു ദൈവവചനത്തിന്റെ ഒരു വ്യാഖ്യാനം പറയാം. പഴയ നിയമത്തിലെ ജോസഫ്, ആ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ആ ഒരു സമയത്തിന്റെ പ്രായം, അതേ പ്രായമുള്ള അനേക ആളുകൾ ആ നാട്ടിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ജോസഫിന്റെ അതേ പ്രായമുള്ളവർ, ചിലപ്പോ മറ്റു പല കുടുംബങ്ങളിലും വളരെ ഹാപ്പി ആയിട്ട്, വളരെ പ്രോത്സാഹനം കിട്ടി, വളരെ സൗഹൃദത്തിൽ, ഒരു ടെൻഷനൊന്നും ഇല്ലാണ്ട് ജോസഫ് എന്ന വ്യക്തിയുടെ അതേ പ്രായത്തിലുള്ള ആ കാലഘട്ടത്തിൽ ഒരുപാട് പേരുണ്ട്. അപ്പൊ ജോസഫിന്റെ ജീവിതത്തിൽ വന്ന കാര്യങ്ങൾ എന്താണ്? പൊട്ടക്കിണർ, തള്ളിയിടുന്ന അവസ്ഥ, അവിടുന്ന് വിൽക്കപ്പെടുന്ന അവസ്ഥ, അടിമയായി ജോലി ചെയ്യേണ്ട അവസ്ഥ, പിന്നെ ഒറ്റിക്കൊടുക്കപ്പെട്ട അവസ്ഥ, ജയിലിൽ കിടന്ന അവസ്ഥ, ഭയങ്കര ഭീകരമാണ്. ജോസഫിന് വേണമെങ്കിൽ പറയായിരുന്നല്ലോ, എന്റെ അതേ പ്രായമുള്ള പലർക്കും, അനേകർക്ക് എന്റെ അറിവിൽ എല്ലാവരും ഹാപ്പിയാണ്, എനിക്ക് മാത്രം തിക്താനുഭവങ്ങളും, ദൈവമേ എന്ത് മഹാപാപം ചെയ്തിട്ടാ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. ജോസഫ് അന്നത്തെ കാലത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപുരുഷന്റെ അടുത്ത് പ്രാർത്ഥിക്കാനായി പോയിരുന്നെങ്കിൽ, അതിന്റെ ഒരു വിചാരമാണ്, സത്യസന്ധമായി പ്രാർത്ഥിച്ച് ഉത്തരം കൊടുക്കുന്ന ഒരു ദൈവപുരുഷൻ ജോസഫ് എന്ന വ്യക്തിയുടെ തലയിൽ കൈവച്ചത് സത്യമായിരുന്നെങ്കിൽ, ജോസഫിനോട് ദൈവപുരുഷൻ പറഞ്ഞേനെ, എന്തു പറഞ്ഞേനെ? ഈ സാഹചര്യങ്ങൾ നിനക്ക് നല്ലതിനാണ്. വേറൊരു കാര്യം പറഞ്ഞേനെ, നിനക്കുള്ള ഒരു വലിയ ദൈവാനുഗ്രഹം ദൈവം ഒരുക്കി വച്ചിട്ടാണ് ഈ അനുഭവത്തിലൂടെ നിന്നെ കടത്തിവിടുന്നത്. നിനക്കുള്ള, നീ പോലും വിചാരിക്കാത്ത വിധത്തിൽ ഉയർച്ചയുള്ള ഒരു ദൈവാനുഗ്രഹം ദൈവം വച്ചിരിക്കുന്നത് നീ പോലും കണ്ടിട്ടില്ല. അങ്ങനെ ഒരെണ്ണം ദൈവം കണ്ടിട്ടുണ്ട്, നീ കണ്ടിട്ടില്ല. അതേ ദൈവം നിന്നെ ചില അനുഭവത്തിലൂടെ കടത്തിവിടുവാണ്. ദൈവം നമുക്കുള്ള അനുഗ്രഹങ്ങളെ കരുതി വച്ചിട്ട് ചില അനുഭവങ്ങളിലൂടെ നമ്മളെ അങ്ങനെ കടത്തിവിടും. അതേ പ്രായത്തിലുള്ള അവർക്കൊന്നും ഈ അനുഭവം ഇല്ലല്ലോ, അവർക്കൊന്നും ഇല്ലാത്ത, അവർക്കൊന്നും ലഭിക്കാൻ സാധ്യതയില്ലാത്ത വലിയ ഒരു ഉയർച്ച നിനക്കുള്ളത് കൊണ്ടാണ് ഇതേ പ്രായത്തിലുള്ള പലർക്കും ഇല്ലാത്ത പല അനുഭവങ്ങളും നിനക്കുള്ളത്. അത് വളരെ കറക്റ്റാണ്. ഞാനാണെങ്കിൽ ഇപ്പൊ പറയാം, എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എന്റേതായ ഒരു പ്രായത്തിൽ വളർന്നു വന്ന സാഹചര്യത്തിൽ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. എന്റെ പ്രായത്തിൽ, എന്റെ സ്കൂളിൽ, എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പലരും വളരെ സന്തോഷവാനാണ്, വളരെ നല്ല ഭക്ഷണം കഴിച്ച് വളരുന്നവരാണ്, നല്ല വീടുള്ളവരാണ്, സുഖവും സന്തോഷവും ഒക്കെ വളരെ സംരക്ഷണയിൽ വളരുകയാണ്. അന്നത്തെ കാലത്തിൽ ഞാനൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഇവർക്കൊരു കുഴപ്പമില്ല, ഇവരൊക്കെ എന്ത് ഭാഗ്യമുള്ളവരാണ്, ഇവരൊക്കെ എന്ത് നല്ല ഭാഗ്യം, ജനിക്കുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ജനിക്കണം, ഇനി ജനിക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള വീട്ടിലൊക്കെ ജനിച്ചു വളരെ എന്ത് ഭാഗ്യമാണ്, കാറുണ്ട്, വാഹനങ്ങളുണ്ട്, സുഖ സൗകര്യങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലത്ത് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ
ഇന്നാണെങ്കിൽ ഞാൻ അതിന് ഉത്തരം പറയാം. അന്ന് എനിക്ക് പറയാനുള്ള ഉത്തരത്തിന്റെ ഒരു ജ്ഞാനമൊന്നും ഇല്ലായിരുന്നു. ഇന്ന് ഞാൻ ഉത്തരം പറയാം. അവരിൽ ഒക്കെ അവർക്കൊക്കെ ദൈവം കൊടുക്കാൻ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയൊരു അനുഗ്രഹത്തെ ദൈവം എനിക്ക് തരാൻ ദൈവം കരുതി വെച്ചുകൊണ്ടാണ് എന്റെ പ്രായത്തിലുള്ള പലരും കടന്നുപോയ പല വഴികളേക്കാൾ കൂടുതൽ തിക്താനുഭവങ്ങളിലൂടെ ദൈവം കടത്തിവിട്ടത്. പ്രിയപ്പെട്ട, വളരെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കരുത്. മറ്റൊരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന നന്മയല്ല നിന്റെ ജീവിതത്തിലേക്ക് എന്റെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എത്രമാത്രം നിങ്ങളുടെ ഹൃദയത്തിൽ എത്തിയെന്ന് എനിക്കറിയില്ല. അതിന് ഏറ്റവും കുറച്ചുകൂടെ മനസ്സിലാവുന്ന തലത്തിൽ പറയാം. നിങ്ങളുടെ കുടുംബക്കാരെല്ലാം ഇങ്ങനെ നിരത്തി മനസ്സ് നിർത്തിയിട്ട് മനസ്സിൽ ഇങ്ങനെ കണ്ടിട്ട് അവർക്ക് സുഖം, ഇപ്പുറത്തുള്ളവർക്ക് അതിനേക്കാൾ സൗകര്യവും സുഖവും, ഇപ്പുറത്തവർക്ക് ഭയങ്കര ഇത്, ഈ രണ്ട് സൈഡിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ മനസ്സിൽ നിങ്ങൾ കാണുമ്പോൾ എല്ലാവരും നല്ല ഹൈ ലെവലിൽ കാണും. നിങ്ങൾ മാത്രം അതിനകത്ത് ഏറ്റവും താഴെ. ഇവിടെ നിങ്ങൾ അവരെ രണ്ട് സൈഡിലുള്ളവരെയും നടത്തി കമ്പാരിസൺ അല്ല നടത്തേണ്ടേ. ഇപ്പോൾ നിങ്ങൾ ഈ അവസ്ഥയിലാണെങ്കിലും നിങ്ങൾക്കുള്ള ഒരു ദൈവാനുഗ്രഹത്തെ ജോസഫ് കണ്ടായിരുന്നോ? ഒരു രാജാവായിട്ട് ഒരു കസേരയിൽ ഇരിക്കുന്ന ഒരു സ്ഥലം ദൈവം ഒരുക്കിയിട്ടാണ് ഇതിലെ കൊണ്ടുപോകുന്നതെന്ന്. അങ്ങനെ നമുക്കും അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മളതൊക്കെ വളരെ ഇതായിട്ട് ഏറ്റെടുക്കും. ജോസഫ് ഒരു പക്ഷേ സ്വപ്നത്തിലൂടെയൊക്കെ മനസ്സിലായിട്ടുണ്ട്. നമ്മൾ പലരും പലതും മനസ്സിലായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, മറ്റാർക്കും കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ എന്തോ ഒരു വലിയ കാര്യം ദൈവം എനിക്കായിട്ട് കരുതി വച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഈ സഹനവും ഈ ഒറ്റപ്പെടലും. പിന്നെ ഒരു കാര്യം പറയാം, സഹനവും ഒറ്റപ്പെടലും ആർക്കും വേണ്ട എന്ന ചിന്തയും തൊട്ടത് മുഴുവൻ പരാജയമൊക്കെ ആവുമ്പോഴേ സാധാരണ മനുഷ്യൻ, ഒരു ആവറേജ് വിശ്വാസി, സാധാരണക്കാരൻ ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സ് മുരടിച്ചു പോകും. പിന്നെ അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും പിന്നെ കൊടുക്കത്തില്ല. എങ്ങനെയും അങ്ങ് ജീവിച്ച് തീർക്കാമെന്ന് വിചാരിക്കും, തട്ടിമുട്ടി അങ്ങ് പോകാമെന്ന് വിചാരിക്കും. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. നമുക്ക് ജീവിതത്തിൽ ചില അനുഭവം ഉണ്ടാകുന്നത് തട്ടിമുട്ടി പോകാനുള്ളതല്ല. തട്ടിമുട്ടി ഇങ്ങനെ പോയി ജീവിച്ചങ്ങ് തീർക്കാം, പോകുന്നിടത്തോളം പോട്ടെ. ഒരാൾ പറഞ്ഞിട്ടുണ്ട്, രോഗം വന്നങ്ങ് മരിച്ചാൽ മതിയായിരുന്നു, ഞാൻ ഒരു അപകടം വന്നങ്ങ് തീർന്നാൽ മതിയായിരുന്നു. അതൊക്കെ ഒരു വിഷമത്തിൽ നിന്ന് അങ്ങ് പറയുകയാണ്. എന്തുകൊണ്ട് എനിക്ക് എന്നോട് തന്നെ പറഞ്ഞുകൂടാ? സാധാരണ സത്യമാണ്. നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മളൊരു പാട്ട് കേൾക്കും, ഒരു വിഷമം വരുമ്പോൾ ഒരു ഫോൺ വിളിക്കും, ഒരു സങ്കടം വരുമ്പോൾ നമ്മൾ ഒരാളോട് ഷെയർ ചെയ്യും. ഇതൊക്കെ താൽക്കാലികമായ ഒരു ആശ്വാസം നമുക്ക് തരും. എന്നാലും നമ്മൾ വീണ്ടും അതേ വിഷമത്തിലേക്ക് നമ്മുടെ മനസ്സിങ്ങനെ താളം തള്ളിക്കൊണ്ടിരിക്കും. ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞത്, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞൊരു കാര്യമില്ലേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ എൻഡ് കാണിക്കുന്ന അവസാനമായി എന്ന് ദൈവം കാണിച്ച അടയാളമല്ല. ഇതേ അനുഭവത്തിൽ അനേകരെ രക്ഷിക്കാനുള്ള ഒരു അടയാളം നിനക്ക് ദൈവം തരുന്നതാണ്. പലരും ഇത് തിരിച്ചറിയുന്നില്ല. ഇത് തിരിച്ചറിയാത്തതാണ് ആത്മീയ ജീവിതവും പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല എന്നും പറഞ്ഞ് നമ്മുടെ ആത്മീയ ജീവിതത്തെ അവിടെ സ്റ്റോപ്പാക്കി വെച്ചിരിക്കുന്നത്. എവിടെയെങ്കിലും നിങ്ങൾ വിഷമം അനുഭവിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ഇതേ വിഷമത്തിലുള്ള അനേകരെ പിടിച്ചുയർത്താനുള്ള ദൈവവിളി നിന്റെ മേൽ ദൈവം വച്ചിരിക്കുന്നോണ്ടാണ് ഈ അനുഭവം നിനക്കുണ്ടായത്. ഇവിടെ മനസ്സ് മുരടിക്കാനുള്ള അടയാളമല്ല. പ്രിയപ്പെട്ടവർ, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കണം, നമ്മൾ പോലും കണ്ടിട്ടില്ലാത്തത്. പിന്നെ ഒരു കാര്യം പറയാൻ ഉദ്ദേശിച്ചത്, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളാണോ ദൈവം നിന്നെ രക്ഷിച്ചിരിക്കും. പ്രാർത്ഥിക്കുന്ന ഒരാളാണോ ദൈവം നിനക്ക് ദോഷം വരുത്തില്ല. പ്രാർത്ഥിച്ച് നിനക്ക് ചില സങ്കടങ്ങൾ വന്നേക്കാം. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളാണോ എവിടെയും നിങ്ങൾ പരാജയപ്പെടില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളാണോ നിങ്ങളെ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ ഈ അവസ്ഥയിൽ മാറ്റം വരുത്തി ഉയർച്ച തന്നിരിക്കും. ഇത് ദൈവവചനപ്രകാരമുള്ളതാണ്. പ്രാർത്ഥിക്കുന്ന ഒരാളാണോ നിന്റെ ജീവിതം തകരാൻ ദൈവം സമ്മതിക്കുന്നില്ല. ഇത് ദൈവവചനമാണ്, വേദപുസ്തകമാണ്. എവിടെയും പ്രാർത്ഥിക്കുന്ന ഒരാൾ പരാജയപ്പെട്ടതായി, തകർന്നതായി, ഇല്ലാതായതായി പറഞ്ഞിട്ടില്ല. പ്രാർത്ഥിക്കുന്നയാളാണോ നിങ്ങളെ ദൈവം രക്ഷപ്പെടുത്തിയിരിക്കും, നിങ്ങളെ ദൈവം ഉയർത്തിയിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത്. കേട്ട വചനത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സകലരും കൈവിട്ടു എന്ന് പറഞ്ഞാലും ദൈവം മാത്രം നിങ്ങളെ ഒരു തരത്തിലും കൈവിടത്തില്ല.
ഒരു തരത്തിലും ദൈവം കൈവിടത്തില്ല. നമ്മുടെ സാധിക്കുന്ന എല്ലാവരും ഒന്ന് നിമിഷം പ്രാർത്ഥിക്കാം. കേട്ട വചനങ്ങൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലൂടെ ഒന്ന് കടത്തിവിടാം. ഒരുപക്ഷെ നമ്മുടെ ജീവിതവുമായി വളരെ ബന്ധമുള്ള ഒരു വചനമാണല്ലോ എന്ന് തോന്നും. എവിടെ ചെന്നാലും പരാജയം, എവിടെ ചെന്നാലും വിജയമില്ല, ആരും ഒരു സപ്പോർട്ടും ഇല്ല. എന്ത് കാര്യം പറഞ്ഞാലും അതിന് അന്നേരം എതിരെ പറയുള്ളൂ. എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ, എന്റെ ജീവിതത്തിൽ മാത്രം എന്താണ് ഇങ്ങനെ. മറ്റാർക്കും ഇല്ലാത്ത വലിയൊരു അനുഗ്രഹം ദൈവം നിന്റെ മേൽ വച്ചിട്ടുള്ളത് കൊണ്ടാ നിനക്കുള്ള പല അനുഭവങ്ങളും. എന്റെ വീട്ടിലെ സാഹചര്യം പ്രതികൂലമാണ്, വീട്ടുകാര് പ്രതികൂലമാണ്, എനിക്ക് ഒറ്റപ്പെടലാണ്. എന്റെ പ്രായത്തിലുള്ളവരൊക്കെ എങ്ങനെയാണെന്നറിയാമോ? വളരെ വളരെ ഭയങ്കരമാണ്, സന്തോഷമാണ്. അവർക്കൊന്നും സങ്കടമില്ല, ദുഃഖമില്ല, അല്ലലില്ല, അലച്ചിലില്ല. അതൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ അതിനകത്തുനിന്ന് വിശ്വാസത്തിൽ കാണേണ്ട ഒരു കാര്യം, അവർക്കൊക്കെ ദൈവിക പദ്ധതിയുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയൊരു ദൈവിക പദ്ധതി എന്റെ മേൽ കിടപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ അനുഭവം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്. അത് വിശ്വസിക്കുക. ഒരിക്കൽ കൂടി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തെ, ശിഷ്യന്മാർ വള്ളത്തിൽ നിൽക്കുന്നു, മീനൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള വിഷമമുള്ള മനസ്സ് അവർക്കുണ്ട്. പക്ഷെ അവര് കണ്ടോ? അവര് വള്ളത്തിന്റെ അവർ നിൽക്കുന്ന, അവരായിരിക്കുന്ന വള്ളത്തിന്റെ വലതുവശത്ത് ഒരു വലയിൽ കൊള്ളാവുന്നത്രയും മീൻ ഒരുക്കി വച്ച ഒരു ദൈവം അവരുടെ കൺമുമ്പിൽ വന്ന് നിന്നിട്ട് ചോദിക്കുവാണ്, മീൻ വല്ലതും കിട്ടിയോ? പ്രിയപ്പെട്ടവരെ, മീൻ വല്ലോ എന്ന് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോ അവരുടെ ആ ഒരു വള്ളത്തിനകത്ത് ഒന്നുമില്ല. അധ്വാനം പരാജയം, മനസ്സ് ദുർബലം, സങ്കടമുള്ള അവസ്ഥ. വിഷമത്തോടെ പറഞ്ഞതാ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് കേട്ട ദൈവം അവർ പോലും അറിഞ്ഞിട്ടില്ല. അവർക്കായി അവര് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ, അവര് എറിഞ്ഞാൽ വല ചെന്ന് വീഴുന്ന ആ സ്ഥലത്ത്, ആ കടലിൽ, ആ വെള്ളത്തിനടിയിൽ ഇഷ്ടം പോലെ മീനിനെ കൊണ്ട് കൂട്ടിവെച്ചു. ഒറ്റ വീശലിൽ തന്നെ കിട്ടി. നമുക്കുള്ള അനുഗ്രഹം നമുക്കായി ദൈവം ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ, നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് കൊടുക്ക്. മീൻ അന്ന് കിട്ടിയായിരുന്നെങ്കിൽ, അവർ അധ്വാനിക്കാൻ പോയി, ഇഷ്ടം പോലെ മീൻ കിട്ടിയായിരുന്ന രാത്രിയായിരുന്നു അതെങ്കിൽ ദൈവത്തിന് അവരുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള ഒരു സാഹചര്യം ഇല്ലാതെ പോയത്. അങ്ങനെ മീൻ കിട്ടാത്തൊരു രാത്രിയില്ലേ, അത് ദൈവം തന്നെ അങ്ങനെ ഒരുക്കിയതാണെന്ന് അങ്ങ് വിശ്വസിക്കുക. അതായിരിക്കും ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ അധ്വാനം പരാജയപ്പെട്ടതും, നമ്മുടെ ചില കാര്യങ്ങൾ നമുക്ക് വല്ല സങ്കടം ഉണ്ടായതും ഒക്കെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടാൻ ദൈവം തന്നെ ഒരുക്കിയ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഒരു രാത്രിയിൽ മീൻ കിട്ടാത്ത അവസ്ഥ, വിഷമോ നിരാശയൊക്കെ ഉണ്ടെങ്കിലും അത് താൽക്കാലികമായിരുന്നു. നിങ്ങളുടെ ആത്മാവിൽ ദൈവവചനത്തിലൂടെ പറയട്ടെ, നിങ്ങളുടെ വിഷമങ്ങൾ താൽക്കാലികമാണ്. കുറച്ചു നേരത്തെ അതുള്ളൂ. നിങ്ങളുടെ നഷ്ടങ്ങൾ താൽക്കാലികമാണ്. ഒന്നും അധ്വാനിച്ചിട്ട് എവിടെ തൊട്ടാലും പരാജയം എന്ന ചിന്ത താൽക്കാലികമാണ്. നിലനിൽക്കുന്നതെന്നറിയാമോ? ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇടപെടുന്ന അനുഭവം നിങ്ങളെ മറ്റെല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ മനസ്സിനെ ഉണർത്തും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇടപെടട്ടെ. മറ്റാർക്കും ഇല്ലാത്ത അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ എനിക്കെന്തോ കുഴപ്പമുള്ളൂ എന്ന് പറഞ്ഞിരിക്കരുത്. അത് നിങ്ങളുടെ മനസ്സ് ചുരുണ്ടുപോകും. അത് മുരട്ട് പിടിച്ചു പോവും. അതിന്റെ കൂമ്പ് പാടിപ്പോവും. ദൈവം നിങ്ങളോട് പറയുന്നത് വേറെന്തോ ഒരു വലിയ ദൈവിക പദ്ധതി നിനക്കുള്ളത് കൊണ്ടെന്നാണ്. ജോസഫ് പോലും കണ്ടിട്ടില്ലാത്ത ഒരു വലിയ സ്ഥാനം ജോസഫിന് വേണ്ടി ദൈവം കരുതി വെച്ചതുപോലെ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ഭാഗ്യം, നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു നന്മ, കണ്ടിട്ടില്ലാത്തൊരു അനുഗ്രഹം ദൈവം നമുക്ക് വേണ്ടി കണ്ടുവച്ചിട്ട് ദൈവം ചിലപ്പോ ഒരു ഗ്രാഫ് വരച്ച പോലെ കയറ്റയിറക്കമുള്ള, കുഴിയുള്ള, ഒറ്റപ്പെടലുള്ള, സങ്കടമുള്ള, ആർക്കും വേണ്ടാത്ത ചില അനുഭവങ്ങളിലൂടെ ഇങ്ങനെ കടത്തിവിടും. എന്തിനാണെന്നറിയോ? ഇതൊക്കെ ഒരു വലിയ സാക്ഷ്യമാകാൻ, ഒരു സാക്ഷ്യമാകാൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നുവെന്ന് അറിയാനും കേൾക്കാനും ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ഈ കേട്ട വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടും. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം ഇടപെടും. നിങ്ങളുടെ ജീവിതത്തെ ദൈവം മാറ്റും. നിങ്ങളുടെ അവസ്ഥകളിൽ ദൈവം മാറ്റം വരുത്തും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാവിധ നന്മയും ദൈവാനുഗ്രഹവും ഞങ്ങൾ നിങ്ങൾക്ക് ആശംസിക്കുന്നു. പിന്നെ ദൈവവചനം കേൾക്കുകയും
പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന പ്രോത്സാഹനവും സ്നേഹവും സന്തോഷവും ചെറുതല്ല, വലുതാണ്. അതിനുള്ള നന്ദിയും സ്നേഹവും ബഹുമാനവും പ്രിയപ്പെട്ടവരായ നിങ്ങളെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. ആമേൻ.